കോഴിക്കോടിന് ഫുട്ബോൾ ഏറെ പ്രിയപ്പെട്ടതാണ്. ഫുട്ബോൾ കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മളെ കുറച്ച് കുട്ടികൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കുകയാണ്. കോഴിക്കോട് മുഖദാറിൽ UDF സ്ഥാനാർത്ഥി TP ജിഷാന്റെ പ്രചരണത്തിലാണ്. ഫുട്ബോൾ കയ്യിൽ പിടിച്ച് എന്താ നിങ്ങൾക്ക് വേണ്ട കളിസ്ഥലാണ് വേണ്ടത്? കളിസ്ഥലം. നിങ്ങൾ എവിടെ കളിക്കാനുള്ളത്? ഗ്രൗണ്ട് ഇപ്പൊ ഇല്ലേ? വേറെ ഗ്രൗണ്ട് വേണോ? അപ്പോ ഗ്രൗണ്ട് വേണമെന്നാണ് കുട്ടികളുടെ ആവശ്യം. എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥിക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം. കുട്ടികളാണല്ലോ സമരം ഈ പ്രചരണത്തിൽ കൂടെ. ഇത് എന്റെ ആവശ്യമല്ല. ഞാൻ വീട് വിടാന്തരം കയറി ഇറങ്ങിയ സമയത്ത് ഈ കുരുന്നുകൾ എന്നോട് പറഞ്ഞതാണ്. കാരണം നൈനാമ്പളപ്പ് എന്ന് പറയുന്നത് ഫുട്ബോളിന്റെ മക്കയാണ്, അറിയാലോ. ആ നൈനാമ്പളപ്പ് എന്ന ഗ്രൗണ്ടിനെ ഇതിഹാസ നായകൻ പെലെ വരെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഫിഫ പോലും വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ നൈനാമ്പളപ്പ് ഗ്രൗണ്ടിൽ 2018 ഇവിടെ മിനി സ്റ്റേഡിയം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച അതേ ഭരണകൂടം അവിടെ അഡ്വാൻസ്ഡ് പ്ലാന്റ് കൊണ്ടുവരാൻ വേണ്ടി നിൽക്കുകയാണ്. ഏത് പ്ലാന്റ്? നമ്മുടെ അറവ് മാലിന്യ പ്ലാന്റ്. അതൊരു കാരണവശാലും അറവശാലും അവിടെ നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് ഞാനല്ല പറയുന്നത്, ഈ കുരുന്നുകളാണ് പറയുന്നത്. കാരണം കോഴിക്കോട് എന്ന് പറയുന്നത് ഒരുപാട് കായിക താരങ്ങളെ വളർത്തിയെടുത്ത മണ്ണാണ്. ഈ തെക്കേപ്പുറം ഇവിടെ ഒരുപാട് കായിക താരങ്ങൾ ഇനിയും വളർന്നു വരുന്നുണ്ട്. അത് ക്രിക്കറ്റ് ആവട്ടെ, ഫുട്ബോൾ ആവട്ടെ. അപ്പൊ അവരുടെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങളൊരു ക്യാമ്പയിന്റെ ഭാഗമായി അത് ഉപയോഗിച്ചു. സ്ഥാനാർത്ഥി ഒരു പ്ലെയർ ആണല്ലോ അല്ലേ? ഞാൻ സ്വാഭാവികമായിട്ടും ഞങ്ങൾ കളിക്കണമല്ലോ, കളിച്ചിരിക്കണമല്ലോ. കോഴിക്കോടാണെങ്കിൽ കളിച്ചിരിക്കണമല്ലോ. എങ്ങനെയുണ്ട് ഇവിടുത്തെ പ്രചരണം? ഗംഭീര പ്രചരണമാണ്. യാതൊരു തിരിച്ചു പിടിച്ചിരിക്കും. വമ്പിച്ച ഭൂരിപക്ഷം തിരിച്ചു പിടിച്ചു. പന്ത് തട്ടുന്ന പോലെ തിരിച്ചു പിടിക്കും. വമ്പിച്ച ഭൂരിപക്ഷം, യാതൊരു സംശയമില്ല. അപ്പൊ ഏതായാലും ഇവിടെ മുഖദാറ് നൈനാമ്പളത്തൊക്കെ ഉൾപ്പെടുന്ന ഒരു വാർഡാണ്. ആ വാർഡിൽ ഫുട്ബോൾ ചർച്ചയായില്ലെങ്കിലേ ഉള്ളൂ. എന്താണ് അപ്പോ മുഖദാറിൽ നൈനാമ്പളപ്പിൽ ഫുട്ബോൾ ചർച്ചയായില്ലെങ്കിൽ കോഴിക്കോട് മറ്റൊരിടത്ത് ചർച്ചയാക്കാൻ പറ്റില്ല. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണക്കൊപ്പം VS രഞ്ജിത്ത്, റിപ്പോർട്ടർ.